ഹലോ ഗൈസ്, പെരുന്നാൾക്ക് എന്താ പറ്റിയത്? പെരുന്നാൾ ഡ്രസ് ഇട്ട് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ, നാട്ടിലേക്ക് വന്നിട്ടില്ലേ, പെരുന്നാളിന് അവിടെ തന്നെ കൂടിയോ, അങ്ങനെ ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഞാൻ പറയാം. റമദാൻ ഒരു പകുതിയൊക്കെ ആയ സമയത്ത് നമ്മുടെ ഈദ് ഓർഡേഴ്സ് മൊത്തം പാക്ക് ചെയ്ത് ഓഫീസിനകത്തും ഫാക്ടറിൻ്റെ അകത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നടക്കുന്ന വഴി ഒരു ബണ്ടിൽ കണ്ടപ്പോൾ ഒന്ന് അപ്പുറത്തോട്ട് എടുത്തിട്ടതാണ്. പക്ഷെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ ബാക്കിൽ ഒരു പെയിന് വന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും ഓടിച്ചാടി നടന്നു. പിന്നീട് അങ്ങ് വേദന കൂടി. അങ്ങനെ ഇഞ്ചക്ഷൻ പേടിയില്ല, ഞാൻ പേടിച്ച് ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ സാധാരണ വേദന കുറയുക ചെയ്യുക. പക്ഷെ എനിക്ക് വേദന കാലിലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി, ഇരിക്കാനും നടക്കാനും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു വൈദ്യനെ കാണിച്ച്, അപ്പോൾ വൈദ്യൻ പറഞ്ഞ് അടിച്ചിരിക്കുന്ന ഇഞ്ചക്ഷൻ റോങ് ആയിട്ട് അടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കാലിലോട്ടൊക്കെ പെയിൻ ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നു, റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. വേദന കുറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാണ്ട് വീണ്ടും നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങി. ഒരു 2 ഡേയ്സിന്റെ ഉള്ളിൽ വീണ്ടും പഴയതിലും കൂടുതൽ വേദന കൂടി, കാല് ഒട്ടും നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ലിറ്ററലി എനിക്ക് ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ഓർത്തോടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ബാക്ക് ബോണിന്, സ്പൈനിന് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ അതിന് ചുറ്റും മേലെ മുതൽ താഴെ വരെ ഫുള്ള് നീർക്കെട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ എൻ്റെ പെരുന്നാളൊക്കെ അതിലങ്ങ് പോയി. ഫ്രണ്ട് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്ന്. പിന്നെ ഫാക്ടറിയിലെ പിള്ളേരുണ്ടായിരുന്നു എനിക്ക് എല്ലാ ഹെൽപ്പിനും. ഇത് സീസൺ ടൈമിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഓഫീസിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ ചോക്ലേറ്റ്സും ബിരിയാണിയും അതും ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടേ ഇരുന്ന്. ഹെൽത്ത് അത്യാവശ്യം ശ്രദ്ധിക്കുന്ന എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ മെന്റലി ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നവരോടൊക്കെ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ മടുത്ത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫിസിയോ ചെയ്യുന്നുണ്ട്, ബാക്ക് ടു നോർമലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെൽത്താണ് എല്ലാത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വീണ്ടും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.